ഇതാണ് പ്രശസ്തമായ ചിങ്ങഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലം. നമ്മളുടെ കൊല്ലങ്കോട് അടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇത് കുറേ നല്ല ആൽമരങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇതിന് സൈഡിലായിട്ട് ഒരു ചിറയും ഒരു ചെറിയൊരു അരുവിയും കാണാം. അതുകൊണ്ട് ആയിരിക്കണം ഇതിന് ചിങ്ങഞ്ചിറ എന്ന് പേര് വരുന്നത്. അതായത് അവിടെ നിന്ന് നമുക്ക് റോഡ് ഇങ്ങനെയാണ് വരുന്നത്. ചിറ പോലെ സംഭവം ഉണ്ട് അവിടെ. ഇപ്പുറത്ത് ഒരു വാട്ടർ ബോഡിയാണ്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ കറുപ്പുസ്വാമി എന്ന് പറയുന്ന ഒരു ദേവതയാണുള്ളത്. ഇവിടെ അത്യാവശ്യം ഈ കോഴിനെ വെട്ടുക അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്കൊന്ന് ഇവിടെ ഉള്ള ഒരു ചേട്ടനോടുണ്ട്, ഒരു കടക്കാരനുണ്ട്. കടക്കാരനോട് ഇതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഈ കാണുന്നതാണ് നമ്മളീ പറഞ്ഞ ക്ഷേത്രം. ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അപ്പുറത്തും വേറെ ഒരു വൃക്ഷം നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് കോഴിനെ എല്ലാം വെട്ടുന്നത്. ഇവിടെ ഒരു പ്രത്യേക ഒരു വൈബ്രേഷനാണ്, ഒരു ശാന്തതയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. വളരെ പുരാതനമായ കാലത്തുള്ള വൃക്ഷങ്ങളാണ്. ഇതൊന്നും കണ്ടാൽ തന്നെ അറിയാം. ചുറ്റും തറകളും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇപ്പുറത്ത് സൈഡിൽ ഒരു തടാകമാണ് കേട്ടോ ശരിക്കും പറഞ്ഞത്. ഒരു പുഴയല്ല, ഒരു തടാകമാണ്. വെള്ളം അവിടെ കെട്ടി നിൽക്കുകയാണ്. ഈ കാണുന്നതാണ് കറുപ്പസ്വാമിയുടെ ക്ഷേത്രം. നല്ല ചൈതന്യം ഫീൽ ചെയ്യുന്നുണ്ട്. ആൽമരം കാണാവുന്നതാണ് അവിടെ. അതിൻ്റെ താഴെയിലാണ് ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ കപ്പലണ്ടി വിൽക്കുന്ന ഗുരു എന്ന് പറയുന്ന ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. അപ്പോൾ ആ ചേട്ടനോട് നമുക്ക് ഈ അമ്പലത്തിനെ പറ്റി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇതിൻ്റെ ഐതിഹ്യത്തെ പറ്റി ഒന്ന് ഷോർട്ടായിട്ട് പറയാൻ പറ്റും? ഞാൻ കപ്പലണ്ടി കച്ചവടം, പേര് ഗുരുവാണ്. ഞാനൊരു കപ്പലണ്ടി കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ വന്നിട്ട് ഐതിഹ്യം കൊണ്ട് ഒരു പ്രകൃതി ക്ഷേത്രമാണ്. കറുപ്പസ്വാമിയാണ് പ്രതിഷ്ഠ. അതിൻ്റെ ഇവിടെയാണ് ഈ കൊച്ചുങ്ങളില്ല, ഒരു വീടില്ല, ഒരു കുട്ടിയും മക്കളില്ല എന്നുള്ളവർക്കുള്ള പ്രാധാന്യമായിട്ട് കാര്യങ്ങളാണ്. ഇവിടെയാണ് ഈ ആടും കോഴിയൊക്കെ ബലികർമ്മം ചെയ്യുന്ന ഇവിടെയാണ്. നമ്മുടെ കാര്യങ്ങൾ നടന്നിട്ടാണ് കറുപ്പസ്വാമി അപ്പൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവരും അറിയാതിരിക്കും. ഇന്ത്യയിലൊക്കെ ഫേമസായ സംഭവങ്ങളാണ്, അറിയാതിരിക്കും. ഞങ്ങളുടെ കുലദൈവമാണ്. ദൈവം പറഞ്ഞാൽ ഞങ്ങൾ പൂർണ്ണമായിട്ടുള്ള ദൈവങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആചാരങ്ങൾ. ഇങ്ങനെയാണ്. ഒരു പ്രകൃതി ക്ഷേത്രമാണ്. ഇവിടെയാണ് ആടും കോഴിയൊക്കെ ബലികർമ്മം ചെയ്യുന്ന. ഇവിടെയാണ് നേർച്ചയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കോഴി ആടോ പായസമോ നമ്മൾ ഇത് ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. നടന്നു കഴിയുമ്പോൾ ചെയ്യുന്ന സംഭവങ്ങളാണ്. ഞാനൊരു കടല കച്ചവടമാണ് ഇവിടെ. കടല നെല്ലിക്കയുള്ള തീർച്ചയായും നാടൻ നെല്ലിക്കാണ്. സുധാരം കൊണ്ട് നെല്ലിക്കാണ്. സന്തോഷം. തീർച്ചയായും നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ ഈ കറുപ്പസ്വാമിയുടെ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ വീഡിയോ പിടിക്കാനായിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ക്യാമറയുമായിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറുന്നത്.
കോട്ടൂർ பொள்ளாச்சி பக்கம் இந்த நாலாம் சுகம் இருக்குல்ல அது பக்கம் ஆஞ்சநேயர் கோயிலில் கடை வச்சிருக்கோம். பூக்கடை தேங்காய் கடை வாரம் வாரம் வருவோம். സ്വാമി ഒരു സംശയം, ഇതൊക്കെ കെട്ടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പ്രാർത്ഥിക്കുക. ആ വീട് ഉണ്ടാക്കാനായിട്ട് വീട് കെട്ടിയ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകണം. ആദ്യം അപ്പം നമ്മളൊരു വീട് കെട്ടിയ ഒരു വീട് കൊണ്ട് വെക്കാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും. ആ വീട് കെട്ടിയ സ്ഥലം കൊണ്ട് വയ്ക്കുന്നതും ഉണ്ട്. 80% വീട് കെട്ടിയിട്ടാണ് കൊണ്ട് വയ്ക്കുക. പിന്നെ ഒരു 20% അഡ്വാൻസ് ആയി ചെയ്യുന്നവരുണ്ട്. ഇതിവിടെ കെട്ടിക്കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ് അല്ലേ? തൊട്ടില് കുട്ടികളില്ലാത്ത കുട്ടികളില്ലാത്തവർക്ക് തൊട്ടില് അതുപോലെ പാവകൾ അല്ലേ? പാവകളും അത് അഡ്വാൻസ് ആയിട്ട് കെട്ടണം. അങ്ങനെയാണ്? അഡ്വാൻസ് അല്ല, ഇതും അതേപോലെയാണ്. അതുപോലെയാണ്. അപ്പൊ ഇവിടെ ഇതിരിക്കുന്നത് കറുപ്പസ്വാമി എന്ന് പറയുന്ന ദൈവമാണ് അല്ലേ? രണ്ടുപേരുണ്ടോ? ഒരാളവിടെ താഴെ ചെറുതായിട്ടല്ലേ? ശരിക്കും കറുപ്പസ്വാമി എന്ന് പറഞ്ഞാൽ ശരിക്കും ശിവനാണ്. ശിവനും പാർവതി ശിവനും പാർവതി തന്നെയാണ് കറുപ്പസ്വാമി എന്ന് പറഞ്ഞത്. വേലമ്മ. അപ്പൊ അവരുടെ എന്തെങ്കിലും ഒരു ശരി ശരി. ഇത് സ്വയംഭൂ മൂന്നാമത്തെ സ്വയംഭൂ ഏതാണ്? മരത്തിന്റെ ഉള്ളിലല്ലേ? മരത്തിന്റെ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ താഴെയായിട്ടല്ലേ? ഓക്കെ ഇപ്പൊ കണ്ടു. താഴെയായിട്ട് കാണുന്നതാണ് സ്വയംഭൂ അല്ലേ? സ്വയംഭൂ. അപ്പൊ ഈ പൂജയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇത് വിഗ്രഹം നമ്മൾ വെച്ചിരിക്കുന്നതാണ് വേറെ അല്ലേ? ഇത് രണ്ടും വെച്ചിട്ടുള്ളതാണ്. എത്ര വർഷം അറിയില്ല. മരത്തിനൊക്കെ 2000 വർഷം. വേലായുധനല്ലേ? മുത്തശ്ശനായിട്ട് കൃഷി എടുക്കുമ്പോഴേ ഉള്ളതാണ്. നിങ്ങളുടെ കുലദൈവമാണ് അല്ലേ? ട്രസ്റ്റിന് കൈമാറി. ഇവിടെ സർപ്പങ്ങൾ താഴെ. ഇത് 7 കന്യകമാരാണ്. 7 കന്യകമാരാണ്. സൈഡിലുണ്ടല്ലേ? അതിപ്പോഴാണ് ഞാൻ കാണുന്നത്. അതെന്താ അതിന്റെ ഐതിഹ്യം? ഇത് ദാസിമാരി. അപ്പൊ ഇവരെ മുമ്പ് പൂജ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ? അങ്ങനെ ആയിരിക്കും അല്ലേ? ശരി. ഒരുപാട് വർഷം അറിയില്ല നമുക്ക്. പറയുന്നവർ കേട്ടിട്ട് അവർ വരുമ്പോഴേ അവർ കൃഷി ആദ്യം എടുക്കാൻ വരുമ്പോഴേ ഒരാളുടെ ഇപ്പൊ സ്ഥിരമായിട്ട് പൂജയും കാര്യങ്ങളും. ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം, ഏകലവ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ചിങ്ങഞ്ചിറ.